എന്നെ നിന്ദിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചവരാണവർ. അവരെ നിങ്ങൾക്ക് കൊലപ്പെടുത്തിക്കൂടെ? നന്നെ ചുരുങ്ങിയത് ഒരു കോടാലി സംഘടിപ്പിച്ച് അവരുടെ കൈ വെട്ടിമാറ്റുകയെങ്കിലും ചെയ്തുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും ഇടയിൽ 13 വർഷക്കാലം നബി നിന്ദകനായ അബൂലഹബ് ജീവിക്കുന്നു. അദ്ദേഹം സ്വാഭാവികമായി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലെന്ന് കരുതുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നവരോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഈ ചരിത്ര സംഭവങ്ങൾ ഉത്തരമായി മാറുന്നില്ല എന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ പ്രശ്നം വേറെയാണ് എന്ന് തിരിച്ചറിയാൻ സമുദായത്തിന് കഴിയണം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ദിക്കപ്പെടുന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം. ചരിത്രത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശദീകരിച്ചു. ഈ നിന്ന മുസ്ലിം മനസ്സിലുണ്ടാക്കുന്ന ഒരുതരം അരക്ഷിത ബോധമുണ്ട്. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നത് കാര്യപരിപാടിയായി ഏറ്റെടുത്ത മുതലാളിത്ത മീഡിയ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രവാചകൻ നിരന്തരമായി നിന്ദിക്കപ്പെടുന്നു, എൻ്റെ പ്രവാചകൻ നിരന്തരമായി അപഹസിക്കപ്പെടുന്നു, എൻ്റെ പ്രവാചകന് നേരെ നാലുപാടിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നു. അവിടെ എൻ്റെ പ്രവാചകനെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ആദർശത്തെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു തരം അരക്ഷിത ബോധം മുസ്ലിം യുവാക്കളുടെ മനസ്സിൽ കൂടുകെട്ടുന്നുണ്ട്. ഈ അരക്ഷിത ബോധത്തിന് എന്താണ് പരിഹാരമെന്നറിയാൻ ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് മടങ്ങുന്നതിന് പകരം ചില ഭൗതിക വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ ഭൗതിക വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങൾ പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശിക്കുന്ന സങ്കേതങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പ്രശ്നപരിഹാരത്തിന് ഖുർആനും പ്രവാചകചര്യയും മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങളെ, മാർഗനിർദ്ദേശങ്ങളെ അവഗണിച്ച് ഈ ഭൗതിക വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നിടത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവരോട് നബിചര്യക്ക് വിരുദ്ധമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ആവേശമുണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അറിയുക, നമ്മുടെ കയ്യിലുള്ള ആദർശം ഉജ്ജ്വലമാണ്. ആ ആദർശം അവതരിപ്പിച്ചത് പ്രപഞ്ചനാഥനാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇസ്ലാമിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾ പിഴക്കുകയില്ല. കാരണം പ്രപഞ്ചനാഥന്റെ മാർഗദർശനമാണ് നിങ്ങൾ പിന്തുടരുന്നത്. വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമുള്ളിടത്ത്, നിയമവാഴ്ച നിലനിൽക്കുന്നിടത്ത് എന്തുതരം അനീതിയുണ്ടായാലും എന്തുതരം അവകാശ നിഷേധമുണ്ടായാലും ആര് തന്നെ തെറി വിളിക്കപ്പെട്ടാലും അതിനെ പ്രതിരോധിക്കാനും അതിനോട് പ്രതികരിക്കാനും നിയമപരമായ മാർഗങ്ങളല്ലാതെ, കോടതിയെ സമീപിക്കലല്ലാതെ ആയുധം കയ്യിലെടുക്കരുത് എന്ന് പഠിപ്പിച്ചത് പ്രപഞ്ച സൃഷ്ടാവാണ്. പ്രപഞ്ച സൃഷ്ടാവിന്റെ മാർഗദർശനത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആയുധം കയ്യിലെടുക്കരുത്. അതല്ല പ്രപഞ്ചനാഥന്റെ മാർഗദർശനമല്ല ഏതൊക്കെയോ സാമൂഹ്യ പരിതസ്ഥിതികളിൽ തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിമിതമായ തങ്ങളുടെ മസ്തിഷ്ക ശേഷി ഉപയോഗിച്ച് ചിന്തകൾ മെനഞ്ഞെടുത്ത് ആ ചിന്തകൾ പ്രത്യയശാസ്ത്രങ്ങളായി അവതരിപ്പിച്ച ഏതെങ്കിലും ഭൗതികവാദികളുടെ മാർഗദർശനത്തിനാണ് പ്രപഞ്ചനാഥന്റെ മാർഗദർശനത്തെക്കാൾ നിങ്ങൾ വില കൽപ്പിക്കുന്നതെങ്കിൽ ചെയ്തുകൊള്ളുക. തീവ്രവാദിയാവുക, ഭീകരവാദിയാവുക, കൈകൊത്തി മാറ്റുക. പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിലാകരുത്. ദയവ് ചെയ്ത് പറഞ്ഞേക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവരെ കൈവറ്റണമെന്ന്, അവരെ വധിക്കണമെന്ന്, അവരുടെ കാൽ മുറിക്കണമെന്ന് നബി പഠിപ്പിച്ചിട്ടില്ല. ഒരു ഭരണകൂടത്തിന് കീഴിൽ അച്ചടക്കമുള്ള പൗരന്മാരായി ജീവിക്കാനല്ലാതെ, എന്തുതരം നീതി നിഷേധമുണ്ടായാലും കോടതിയിൽ പോകാനല്ലാതെ, നിയമം കയ്യിലെടുത്ത് സായുധമായി പ്രതികരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രവാചകനേക്കാൾ വലുത് ചില ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും അതിന്റെ ആചാര്യന്മാരുമായതുകൊണ്ട് ഞങ്ങളിതാ അത് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച ശേഷം മാത്രം അതിന് മുതിരുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ സംഭവം നേരെ തിരിച്ചാണ്. അതായത് പുരുഷന് ലൈംഗികബന്ധം ഏർപ്പെടുന്ന തടസ്സമാകുന്ന എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവിടെ ബഹുഭാർത്തത്വം നിഷേധിക്കുന്ന ആ സ്ത്രീയോട് അവിടെ ചെയ്യുന്ന അനീതിയല്ലേ. സത്യത്തിൽ ഇസ്ലാമിക വിമർശകർ പറയുന്നത് പോലെ ഇസ്ലാം സ്ത്രീ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്ന് ഒരു സാധൂകരണമല്ല.
ബഹുഭാര്യത്വം പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കാനുള്ള ആവശ്യങ്ങൾ വരുന്നത് പോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ടാകില്ല എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ബഹുഭാര്യത്വം അനുവദിച്ചത് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ്. എന്നാൽ അതിന്റെ നേർ വിപരീതമായിരിക്കും ബഹുഭർത്തൃത്വം അനുവദിക്കുക വഴി ഉണ്ടാവുക എന്നുള്ളത് പ്രബുദ്ധമായ ഒരു സമൂഹത്തോട് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമല്ല. കാരണം ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പുരുഷന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഭർത്താക്കന്മാർ ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർക്കിടയിൽ അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സമയം നിശ്ചയിക്കേണ്ട അവസ്ഥ വരും. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുടെ ലൈംഗികമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അവൾ ഗർഭിണിയായാൽ ആ പിതാവ്, കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ പറയും DNA ടെസ്റ്റിലൂടെയും മറ്റുമൊക്കെ പിതാവ് ആരാണെന്ന് കണ്ടെത്താൻ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതൊരു പ്രശ്നമാവില്ല എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പിതാവ് ഒരു കുഞ്ഞിന്റെ പിതാവ് ഇന്നയാളാണ് എന്ന് DNA ടെസ്റ്റിലൂടെയൊക്കെ തെളിയിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത് എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്ന് മാത്രല്ല, ഒരു സ്ത്രീക്ക് പുരുഷന്റെ സ്നേഹവും സഹായവും ആവശ്യമായി വരുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട്. ആ സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിന്റെ ഉത്തരവാദി? ആരിൽ നിന്നാണ് സ്ത്രീ ഗർഭം ധരിച്ചിട്ടുള്ളത്? അത് തന്നെ ആ സ്ത്രീക്ക് അവൾക്ക് ലഭിക്കേണ്ടതായ ഗർഭകാലഘട്ടങ്ങളിൽ, പ്രസവത്തിന്റെ സമയങ്ങളിലൊക്കെ അവർക്ക് ഇതിന്റെ ഉത്തരവാദി ആരാണോ അയാളിൽ നിന്നും ലഭിക്കേണ്ടതായ സ്നേഹോഷ്മളമായ അവരുടെ സഹായങ്ങൾ, അവരുടെ സഹകരണങ്ങൾ, ഇതൊക്കെ ലഭിക്കാതെ ആ സ്ത്രീ കേവലം അവിടെയുള്ള ഒരു പരിചാരകന്മാരുടെ റോളിൽ മാത്രം ഭർത്താവ് വരുന്ന അവസ്ഥയാകും ഉണ്ടാവുക എന്നുള്ളത് ഈ ബഹുഭർത്തൃത്വം അനുവദിക്കുക വഴി ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽപ്പെട്ടതാണ്. അല്ലെ, ഇവിടെ തന്നെ 5 ഭർത്താക്കന്മാരെ സ്വീകരിച്ച പാഞ്ചാലിയും അവരുമായി ബന്ധപ്പെട്ട് അവസാനം 12 വർഷം വനവാസത്തിന് പോകേണ്ടി വന്ന അർജുനന്റെ കഥയുമൊക്കെ ഈ ഭാരതത്തിലെ ആളുകൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല. അഥവാ അത് കൂടുതൽ പ്രയാസങ്ങളാണ് ബഹുഭർത്തൃത്വം വഴി ഉണ്ടാവുക എന്നുള്ളതാണ് ആധുനിക പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കുവാനുള്ള അവസ്ഥയിലല്ല ഒരു സ്ത്രീയുടെ മാനസികമായ അവസ്ഥ എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ, ഒരു സാധാരണ നിലക്ക് ഒരു സ്ത്രീക്ക് ഒരു ആരോഗ്യവാനായ ഒരു പുരുഷനപ്പുറം ചിന്തിക്കേണ്ട അവസ്ഥ വരില്ല എന്നാണ് ആധുനിക പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെ പുരുഷന് ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആ പുരുഷനിലൂടെ അവൾക്ക് സന്താനങ്ങളെ ലഭിക്കില്ല എങ്കിൽ, ആ പുരുഷനിലൂടെ അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ, അതിന് ഇസ്ലാം പഠിപ്പിച്ചത് ബഹുഭർത്തൃത്വം എന്നുള്ള സംവിധാനമല്ല, മറിച്ച് ആ സ്ത്രീക്ക് ആ പുരുഷനെ ഒഴിവാക്കാമെന്നും അവൾക്ക് വേറെ പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാം. അതാണ് ബഹുഭർത്തൃത്വത്തെക്കാൾ നല്ലതും മനുഷ്യ പ്രകൃതിക്ക് യോജിക്കുന്നതും. അതല്ലാതെ ബഹുഭർത്തൃത്വം അംഗീകരിക്കുക വഴി ഒരു മുസ്ലിം സ്ത്രീകൾക്ക് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരല്ല, മറിച്ച് അവരുടെ പ്രകൃതിക്ക് തന്നെ അനുയോജ്യമല്ലാത്ത രീതിയിൽ ആ സ്ത്രീയെ ലൈംഗികമായും ആ സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുത്തലാണ് ബഹുഭർത്തൃത്വത്തിലൂടെ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യ പ്രകൃതി
അനുയോജ്യമല്ലാത്ത രൂപത്തിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുകയും ബഹുഭർത്തത്വത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ കാരണങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ പേര് സലീം, ഞാൻ ആയൂരാണ്. ഈ ചോദിക്കുവാനുള്ളത്, പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് വിമർശിച്ചതിന്റെ പേരിൽ പ്രവാചകൻ തന്നെ ബഹുവിനും അഷ്റഫിനെയും അതേപോലെ തന്നെ അസ്മാബിൻ വധിക്കുവാൻ ഓർഡറിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ രാജ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നതിനാണ് അർത്ഥം. സഹോദരന്റെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച അവഹേളിച്ച കഅബ് ബിനു അഷ്റഫിനെതിരെയും അതേപോലെ തന്നെ അസ്മാ ബിന്തു മർവാനെതിരെയുള്ള പ്രവാചകന്റെ സമീപനം വളരെ കർക്കശമായിരുന്നില്ലേ? അതിൽ നിന്ന് തന്നെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ചില ആളുകൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഏറ്റെടുത്താൽ അതിനെന്തിനാണ് വിമർശിക്കുന്നത് എന്നർത്ഥത്തിലുള്ള ചോദ്യമാണ്, ആ ഒരു ആശയമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സത്യം, എന്താണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് കഅബ് ബിൻ അഷ്റഫ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുകയും മദീനയിലുള്ള ജൂത ഗോത്രങ്ങളുമായി കരാറിലേർപ്പെട്ട് ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് തറക്കല്ലിടുകയും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കെ ഇസ്ലാമികമായ ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായിരിക്കുകയും വളരെ സമാധാനത്തോടുകൂടെ സുസ്ഥിരമായ ഭദ്രമായ രാഷ്ട്ര സംവിധാനം മുന്നോട്ട് പോകുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളെ സഹായിക്കുക എന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്ര നായകനെതിരെ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനെതിരെ വളരെ മോശമായ സമീപനങ്ങൾ സ്വീകരിച്ചവനായിരുന്നു കഅബ് ബിൻ അഷ്റഫ്. മദീനയിൽ ഉണ്ടായിരുന്ന പ്രധാന ജൂത ഗോത്ര വിഭാഗമായ ബനു നദീർ ഗോത്രത്തിലെ അംഗമാണ് കഅബ് ബിൻ അഷ്റഫ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും സത്യനിഷേധികളായ ബദറിലും ഏറ്റുമുട്ടുകയും ബദർ നടക്കുകയും ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തതിനു ശേഷം ബദറിൽ കൊല്ലപ്പെട്ട സത്യനിഷേധികളായ മക്കക്കാരുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന് അവർക്കിടയിൽ അവരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും അവർക്കിടയിൽ കവിത ചൊല്ലി മരണപ്പെട്ട വീട്ടിലെ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ആവേശവും പ്രചോദനവും നൽകുകയും നിങ്ങൾ എങ്ങനെയാണ് തളർന്നു കിടക്കുക, നിങ്ങൾ ശക്തരായി തിരിച്ചു വരണമെന്നും മുഹമ്മദിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെയും തകർത്തെറിയേണ്ടവരാണ് നിങ്ങളെന്നർത്ഥത്തിലുള്ള ആവേശകരമായ കവിതകൾ ചൊല്ലി അവർക്ക് പ്രചോദനം നൽകുകയായിരുന്നു കഅബ് ബിൻ അഷ്റഫ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ജൂതന്മാരുമായി ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം ഏറ്റെടുത്ത കരാർ ലംഘിക്കുകയാണ് കഅബ് ബിൻ അഷ്റഫ്. അഥവാ മദീനക്കകത്തുള്ള മുസ്ലിങ്ങളെ പുറത്തു നിന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവരെ സഹായിക്കുകയോ അവരുടെ കൂടെ കൂടുകയോ ചെയ്യരുത്. തിരിച്ച് ജൂതന്മാരെ പുറത്തുനിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവരുടെ കൂടെ കൂടുകയോ അവരെ സഹായിക്കുകയോ ചെയ്യാതെ ജൂതന്മാർക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ ബാധ്യത. ഇത് പരസ്പരം കരാറിലേർപ്പെട്ട് ഭദ്രമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ബദർ യുദ്ധത്തിന് ശേഷം വളരെ ആസൂത്രിതമായി മക്കയിലേക്ക് ചെല്ലുകയും ഖുറൈശികൾക്കിടയിൽ പ്രചോദനം നൽകുകയും അവരെ കൂടുതൽ സർവായുധ സജ്ജരായി തിരിച്ചടിക്കുവാനുള്ള പ്രചോദനം നൽകുകയാണ് യഥാർത്ഥത്തിൽ രാജ്യ ശത്രുവായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ അടിവേര് തകർക്കുവാനുള്ള രാജ്യദ്രോഹ കുറ്റമാണ് കഅബ് ബിൻ അഷ്റഫ് ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വരികയും മദീനയിലുള്ള മുസ്ലിങ്ങളായ വിശ്വാസികളുടെ ഇണകളെയും സഹോദരി ഭാര്യമാരെ കുറിച്ചും ഭാര്യമാരെ കുറിച്ചും അവിടെയുള്ള സഹാബ വനിതകളായ സച്ചരിതരായ സ്വാലിഹാത്തുകളായ വനിതകളെ കുറിച്ച്, സഹാബ വനിതകളെ കുറിച്ച് മോശമായ കവിതകൾ എഴുതുകയും മോശമായ സംസാരം നടത്തുകയും അവരുടെ അംഗലാവണ്യത്തെക്കുറിച്ചും അവരുടെ പാതിവൃത്യത്തെക്കുറിച്ചും വളരെ മോശമായ രീതിയിലുള്ള വളരെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കുകയും കവിത പാടുകയും ചെയ്യുക കൂടി ചെയ്തിരുന്നു കഅബ് ബിൻ അഷ്റഫ്. നേർക്ക് നേരെ പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ തിരിയുകയും
ഇതിന്റെ സർവനാശത്തിന് വേണ്ടി പുറത്തുള്ള ശത്രുക്കളെ സഹായിക്കുകയും അവർക്ക് പ്രചോദനം നൽകുകയും അവരെ സർവായുധ സജ്ജരായി മക്ക മദീനയെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ തകർക്കുവാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ നൽകുകയും ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിനെതിരെയും ഇസ്ലാമിക രാഷ്ട്ര നായകനെതിരെയും തിരിഞ്ഞു എന്ന കാരണത്താലാണ് കഅബ് ബിൻ അഷ്റഫിനെതിരെ ഇസ്ലാമിക രാഷ്ട്ര നായകൻ എന്ന നിലയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ സമീപനം സ്വീകരിച്ചത്. ഇത് ബനു നദീർ ഗോത്രത്തിലെ ഒരംഗമായ കഅബ് ബിൻ അഷ്റഫ് ചെയ്തു എന്നൊരൊറ്റ കാരണത്താൽ മദീനക്കകത്തുള്ള ഒരു പ്രബല ഗോത്രമായ ബനു നദീറുകാർക്കെതിരെ ശക്തമായ ആഞ്ഞടിക്കുക എന്നത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമെന്നോണം മുഹമ്മദ് ബിൻ മസ്ലമയെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും അങ്ങനെ കുറ്റം ചെയ്ത കഅബ് ബിൻ അഷ്റഫിനെ മാത്രം ബനു നദീറുകാരുടെ കോട്ടയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തി എന്നതിന്റെ പേരിലോ പ്രവാചകനെ അപഹസിച്ചു എന്നതിന്റെ പേരിലോ പ്രവാചകനെ വിമർശിച്ചു എന്ന കാരണത്താലോ കഅബ് ബിൻ അഷ്റഫിനെതിരെ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അടിസ്ഥാനപരമായി രാജ്യദ്രോഹ കുറ്റമാണ് കഅബ് ബിൻ അഷ്റഫ് ചെയ്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ് പ്രവാചകൻ നിർവഹിച്ചത്. അതേസമയം അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ തന്നെ ഇകഴ്ത്തിയവരെ, തന്നെ അപഹസിച്ചവരെ, തന്നെ ചീത്ത പറഞ്ഞവരെ എല്ലാം കർക്കശമായ വാളുപയോഗിച്ച് മറുപടി പറയുന്നവനായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ സുഹൈലിന്റെ പല്ലും ഉണ്ടാവില്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഹൈലിന്റെ തലയും ഉണ്ടാകില്ലായിരുന്നു, അബൂലഹബിന്റെ തലയും കൈയും ഉണ്ടാകുമായിരുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്തുകയും വിമർശിക്കുകയും ചെയ്ത പ്രവാചകന്റെ ആ കാലഘട്ടത്തിലെ ശത്രുക്കൾ മക്ക വിജയവേളയിൽ അണിനിരക്കുമ്പോൾ അവരുടെ ആരുടെയും ശരീരത്തിൽ തലയുണ്ടാകുമായിരുന്നില്ല, അവരുടെ കൈകൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചു ഇകഴ്ത്തി എന്ന കാരണത്താലല്ല കഅബ് ബിൻ അഷ്റഫിനെതിരെയുള്ള അല്ലെങ്കിൽ അസ്മാ ബിൻത് മർവാനെതിരെയുള്ള സമീപനങ്ങൾ, മറിച്ച് രാഷ്ട്ര നേതൃത്വത്തിനെതിരെ അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റം എന്ന കൊടും പാതകം ചെയ്ത വ്യക്തികൾ എന്ന നിലയിലാണ് അവരോടുള്ള ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ സമീപനം. അത് ഇന്ത്യ മഹാരാജ്യത്തിലാകട്ടെ ഇന്ത്യക്കകത്തു നിന്ന്, ഇന്ത്യയുടെ അകത്തു നിന്നുകൊണ്ട് പുറത്തുള്ള ശത്രു രാജ്യത്തെ സഹായിക്കുകയും ഇവിടെയുള്ള രഹസ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് എല്ലാ അർത്ഥത്തിലും ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുവാനുള്ള പ്രചോദനവും ആവേശവും ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ആര് ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്ര നേതൃത്വത്തിന്റെ ബാധ്യതയാണ്, ഇവിടെയുള്ള ഭരണ നേതൃത്വത്തിന്റെ ബാധ്യതയാണ്. ഇത് നേർക്കുനേരെ പറഞ്ഞാൽ പച്ചയായ രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റം ഒരു രാഷ്ട്ര സംവിധാനവും വെച്ചു പൊറപ്പിക്കില്ല. അത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാകട്ടെ ഇസ്ലാമികമല്ലാത്ത രാഷ്ട്ര സംവിധാനമാകട്ടെ. ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം തീർത്തും നീതിയുക്തമാണ്. എല്ലാ അർത്ഥത്തിലും മാന്യമായിരുന്നു പ്രവാചകന്റെ സമീപനം. അതല്ലാതെ കേവലം ഇകഴ്ത്തി അപഹസിച്ചു എന്ന കാരണത്താലല്ല. പ്രശ്നം രാജ്യദ്രോഹ കുറ്റമാണ്. അത് നിലനിർത്തുക വഴി, അത് വെച്ചു പൊറപ്പിക്കാനുള്ള അനുവാദം നൽകുക വഴി ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും നിയതമായ മാർഗമാണ് ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം സ്വീകരിച്ചത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീയെ അന്വേഷിക്കുവാൻ യോഗ്യതയില്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒരു മുസ്ലിം സുഹൃത്ത് വേണ്ടിയാണ്. നബി വാർദ്ധക്യത്തിന് ശേഷം ക്രൈസ്തവ പ്രായത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അനീതിയല്ലേ? സുഹൃത്തിന്റെ ചോദ്യം, വാർദ്ധക്യ പ്രായത്തിലേക്ക് എത്തിയ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് ന്യായീകരിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെയും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുട്ടിയായിരുന്ന സമയത്ത് വാർദ്ധക്യപ്രായത്തിലേക്ക് എത്തിയ പ്രവാചകൻ വിവാഹം കഴിച്ചത് എന്നുള്ളത്. ഈ ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ അതൊരു വലിയ പ്രശ്നമായി തോന്നിക്കാനുള്ള കാരണം ഇന്നിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് 1400 വർഷങ്ങൾക്ക് മുൻപാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് നടക്കപ്പെടുന്ന ഈ ഒരു സംഭവം ഇന്നിന്റെ സാഹചര്യവുമായി നമ്മൾ വായിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രശ്നമായി അവശേഷിച്ചേക്കാം. എന്നാൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോകുമ്പോൾ 40 വയസ്സുവരെ മക്കയിൽ ജീവിക്കുകയും സത്യസന്ധനെന്നും വിശ്വസ്തൻ എന്നുമുള്ള നാമകരണം ആ ആളുകൾ തന്നെ നൽകുകയും 40ാമത്തെ വയസ്സിൽ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ പറയുന്ന സന്ദേശം നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന സന്ദേശം പറഞ്ഞപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ശത്രുവായി മാറുന്നത്. എന്നാൽ പ്രവാചകനെ ആ കാലഘട്ടത്തിൽ പരിഹസിക്കുകയും കളിയാക്കുകയും ഒരുപാട് നിന്ദിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്നും ജാലവിദ്യക്കാരനെന്നും മാരണക്കാരനെന്നും കവിയെന്നുമെല്ലാം വിളിച്ച് ആക്ഷേപിക്കുന്ന അതേ ആളുകൾ എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിനെ ഒരു വിമർശനമായി പറയപ്പെടുന്ന ഒരു ചരിത്ര സംഭവം പോലും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അക്കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ പ്രായത്തിലുണ്ടായിരുന്ന കണക്കാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണല്ലോ എന്ന ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അക്കാലഘട്ടത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ, ജൂതന്മാരായ ആളുകളാകട്ടെ മക്കയിലുള്ള മുശ്രിക്കുകളാകട്ടെ അതൊരു മോശമായ പ്രവർത്തനമാണ് മുഹമ്മദ് ചെയ്തത് എന്ന രൂപത്തിൽ ഒരു പ്രചരണം നടത്തിയതായി ചരിത്രത്തിൽ നമ്മൾ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നമായി കൊണ്ടല്ല ആളുകൾ കാണുന്നത്. പിറ്റേ വർഷം, വിവാഹത്തിന്റെ പിറ്റേ വർഷം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിൽ പങ്കെടുക്കുകയും പക്വതയോടുകൂടി പ്രതികരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പക്വതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിനും കാലഘട്ടത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ശരീരപ്രകൃതിയിലും അതേപോലെ തന്നെ പക്വതയിലേക്കും പ്രായപൂർത്തിയിലേക്കും എത്തുന്നതിനുള്ള പ്രായവ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ശൈശവ വിവാഹം എന്ന് പറയാറുണ്ട്. ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ ശൈശവ വിവാഹം എന്ന ഒരു പദം വരണമെന്നുണ്ട് എങ്കിൽ
ശൈശവ വിവാഹം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയാണ്. എന്നാൽ ആ ശൈശവ വിവാഹം നിലനിന്നുകയും അത് വിവാഹം നടത്തുകയും ചെയ്ത ആളുകളെ നമ്മൾ വിമർശിക്കുകയോ അവർ മോശക്കാരാണ് എന്ന് പറയുകയോ നമ്മൾ ആരും ചെയ്യുന്നില്ല. ചരിത്രത്തിന്റെ ഏടുകളിൽ വലിയ ആളുകളായിക്കൊണ്ട് നമ്മൾ പറയുന്ന ആളുകൾ, ചരിത്രത്തിന്റെ ഏടുകളിൽ വലിയ വലിയ നേതാക്കന്മാരായി പരാമർശിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം വിവാഹപ്രായവും അവർ വിവാഹം ചെയ്ത പെൺകുട്ടികളുടെ പ്രായവും എടുത്തു പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നടത്തുന്ന ഈ വിമർശനത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് 1973 പെറുവിൽ പ്രസവിച്ചതായ 4.5 വയസ്സുള്ള പെൺകുട്ടിയാണ് പെറുവിൽ പ്രസവിച്ചത്. ഇന്റർനെറ്റ് സൈറ്റുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുക. ലിന മഡീന എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ പ്രായം 4.5 വയസ്സ് മാത്രമായിരുന്നു എന്ന് നമ്മുടെ മുന്നിലേക്ക് പത്രമാധ്യമങ്ങൾ നൽകുകയാണ്. ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, 24 വയസ്സുള്ള ഒരു യുവാവ് മുത്തച്ഛനായി മാറി എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു എങ്കിൽ എപ്പോഴായിരിക്കാം വിവാഹം നടന്നിട്ടുണ്ടാകുക? സ്വാഭാവികമായും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രം രേഖപ്പെടുത്തുന്നതിന്റെ കൃത്യമായ വശങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങളുടെ തന്ത്രങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ കച്ചവടങ്ങളും ഒന്നും നടക്കപ്പെടുകയില്ല എന്നുള്ളതും, അതേപോലെ തന്നെ പ്രവാചകനെ കുറിച്ചുള്ള നേർവായന നടന്നിട്ടുണ്ട് എങ്കിൽ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം തകർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയെ വിവാഹം ചെയ്യുകയും അങ്ങനെ വാർദ്ധക്യപ്രായത്തിലേക്ക് എത്തിയ സമയത്താണ് അത് നിർവഹിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആ പ്രവാചകനിൽ നിന്ന് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ അനുകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന രൂപത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു പ്രചരണവും വിമർശനവും മാത്രമാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവാഹ പ്രായത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം 8 വയസ്സ് 9 വയസ്സ് എന്നുള്ളത് അവിടെ സ്ഥിരമായി നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു. അതിനു മുൻപുള്ള കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറിയമ്മിന് 12 വയസ്സുള്ള സമയത്ത് ജോസഫ് വിവാഹം അന്വേഷിച്ചു വരുന്ന സമയത്ത് ജോസഫിന് 90 വയസ്സുണ്ടായിരുന്നു എന്ന് ബൈബിളിന്റെ പുതിയ പുസ്തകങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വായിച്ചെടുക്കുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർചിത്രമായ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പാടില്ല. ആ പ്രവാചകന്റെ മോശമായ ഒരു രൂപം ആധുനിക മനുഷ്യന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കണമെന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് വിമർശനമായി ഉന്നയിക്കുന്നത് എന്നതാണ് ആ ചോദ്യത്തിന് മറുപടി എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരൻ ആദ്യം ചോദിച്ച ചോദ്യം, തീരെ കഴിവില്ലാത്ത ഒരാൾ ഒരു സ്ത്രീയെ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും തീരെ സാധ്യതയില്ലാത്ത ഒരാൾ വിവാഹം കഴിക്കേണ്ടതുണ്ടോ എന്നാണ് അല്ലെ? ഇസ്ലാമിൽ ആ രംഗത്ത് അനുവാദം ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്. അഥവാ കൃത്യമായി പറഞ്ഞാൽ വരൻ വധുവിന് തീർത്തും മനസംതൃപ്തിയോടുകൂടെ വിവാഹമൂല്യം മഹർ നൽകിക്കൊണ്ടുള്ള വിവാഹം. ഇതിന് വലിയ ഉണ്ടാവണം, അതോടൊപ്പം തന്നെ 2 സാക്ഷികളും ഉണ്ടാകണം. എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 4-ാമത്തെ വചനത്തിൽ മഹറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഈ മഹർ കൊടുക്കാനും അതോടൊപ്പം തന്നെ അവളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുവാനും അവൾക്ക് കൃത്യമായി ഉപജീവനം നൽകാനും കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കേണ്ടതുണ്ട് പ്രായപൂർത്തിയെത്തിയാൽ. അതേസമയം സാമ്പത്തികമായി ഒരല്പം പിന്നിലാണെങ്കിൽ തന്നെ ഉള്ളതുകൊണ്ട് തൃപ്തമായ ഒരവസ്ഥയിൽ നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട് അവൻ നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നതാണ് എന്നർത്ഥത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ പരാമർശവും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതേസമയം തീരെ ഒരു സ്ത്രീയെ ഏറ്റെടുക്കാൻ കഴിവില്ലാത്ത ഒരാളെ കൊണ്ട് നീ വിവാഹം കഴിച്ച് അടങ്ങൂ എന്ന അർത്ഥത്തിലുള്ള സമീപനമല്ല ഇസ്ലാം സ്വീകരിച്ചത്. മറിച്ച് അവന്റെ ജീവിത വിശുദ്ധിയുടെ ഭാഗമെന്നോണം നോമ്പെടുക്കുവാനും നോമ്പ് ഒരു പരിചയാണ്. ആ ജീവിത വിശുദ്ധി നിലനിർത്താൻ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന നിർദ്ദേശവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാം മാനവികമാണ്, പ്രായോഗികമാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി
മനുഷ്യ ജീവിതത്തിലെ നിഖില മേഖലകളെ സ്പർശിച്ച് ആ രംഗത്ത് കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകുന്നു ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൃത്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ പ്രവാചക ജീവിതത്തിൽ നിന്നുമാണ് നമ്മൾ അറിയേണ്ടത്, പഠിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്, ഇനി വിമർശിക്കുകയാണെങ്കിൽ തന്നെ. എന്നാൽ ആ ഒരു സ്ഥിതി വിശേഷത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിടുകയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തുകയും അപഹസിക്കുകയും വളരെ മോശമായ ആരോപണങ്ങൾ പ്രവാചകനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നവരുടെ ആത്യന്തികമായി അവരുടെ ലക്ഷ്യവും താല്പര്യവും എന്താണ് എന്ന് വളരെ വിശദമായി വിശദീകരണത്തിലും തുടർന്ന് അങ്ങോട്ടുണ്ടായ ചോദ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഉത്തരത്തിലും നിങ്ങൾ കേട്ടതാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ഇവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുകയാണ്. പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം സൂറത്തുൽ സബഇന്റെ 28-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, അതെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അനുഭവമായ മാതൃക പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവനെ എങ്ങനെയാകണമെന്ന് കൃത്യമായി ജീവിച്ചു കാണിച്ചു തന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്ന് കൃത്യമായി സ്വന്തം ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തിയ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നല്ല കൂട്ടുകാരൻ എങ്ങനെയാകണമെന്ന് തന്റെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നല്ല അയൽക്കാരൻ എങ്ങനെയാകണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് വിശദീകരിച്ചു തന്ന പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ലൊരു ഭരണാധികാരി എങ്ങനെയാകണമെന്ന് സ്വന്തം ജീവിത നടപടിക്രമങ്ങളിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു തന്ന പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കരുത്, എന്തു പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഇരിക്കരുത്, എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത് എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ഭരണ മേഖലകൾ തുടങ്ങി ജീവിതത്തിലെ നിഖില മേഖലകളെ സ്പർശിക്കുകയും ആ രംഗത്ത് മഹിതമായ മാതൃകയായി ജ്വലിക്കുന്ന പ്രകാശമായി തലയുയർത്തി നിൽക്കുകയാണ് പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തതോടൊപ്പം ആ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ മുന്നിൽ ഇസ്സത്തോടെ പകർത്തി കൊടുക്കുവാൻ, ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വവും കൂടെ സഹോദരങ്ങളെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ സ്നേഹസംവാദത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം പാനൽ ഡിബേറ്റുകളും ഇത്തരത്തിലുള്ള ക്വിസ് പ്രബന്ധ മത്സരങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി, CD, ബുക്ക്, അതേപോലെ തന്നെ ലഘുലേഖകളുടെ പ്രസിദ്ധീകരണത്തിലും എന്നു തുടങ്ങി ഇതിന്റെ എല്ലാ സംരംഭങ്ങളിലും നന്മയിൽ അധിഷ്ഠിതമായ പ്രവാചകമുത്തിനെ ലോകത്തിന്റെ മുന്നിൽ തുറന്ന മനസ്സുമായി പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമെന്നോണം ഇത്തരം സംരംഭങ്ങളിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും റസൂലുള്ളാഹിനെ അടുത്തറിയണമെന്നും പഠിക്കണമെന്നും പകർത്തണമെന്നും ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കണമെന്നും ഗൗരവമായി ഇവിടെ ഉണർത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പാനൽ ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പാനൽ ഡിബേറ്റിനെ സജീവമാക്കിയ സഹോദരങ്ങളെ തുറന്ന മനസ്സുമായി നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാനും കേൾക്കാനും നമ്മുടെ മനസ്സിൽ താല്പര്യമുണ്ട്, കൊതിയും പൂതിയും നമുക്കുണ്ട്, ഇനിയും അവസരങ്ങൾ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുമുള്ള ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നും കേരളത്തിന്റെ കൊല്ലത്തും തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിൽ പലയിടത്തുമായി ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരത്തിലുള്ള പാനൽ ഡിബേറ്റുകൾ നടക്കാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്നേഹസംവാദം ഉണർത്തിയ ക്വിസ് പ്രോഗ്രാമുകളിലും പ്രബന്ധ മത്സരങ്ങളിലും നിങ്ങൾ സജീവ സാന്നിധ്യമാകണമെന്നും അതോടൊപ്പം തുടർന്നുള്ള ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം പാനൽ ഡിബേറ്റുകളിൽ അംഗമാവുകയും അതിന് സാക്ഷികളായി ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നും തുടർന്നും സ്നേഹസംവാദത്തിലെ കൂടിക്കാഴ്ച എന്നൊരു പങ്ക്തി തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും അറിയാനുള്ള അവസരങ്ങൾ, ഇത്തരം അവസരങ്ങളെയെല്ലാം സൃഷ്ടിപരമായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. പഠിക്കണമേ, അറിയണമേ, ആ പ്രവാചക മുത്തിനെ അടുത്തറിയണമേ, പകർത്തണമേ ആ പ്രവാചകന്റെ ജീവിതത്തെ. അതുവഴി സ്വർഗ കവാടങ്ങളിലൂടെ സ്വർഗപ്രവാസം നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അംഗങ്ങളാകാൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമേ എന്നുണർത്തിക്കൊണ്ട് ഈ വിഷയത്തെ നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. ലോകങ്ങളുടെ നാഥൻ അതിനുള്ള മനസ്സും അതിനുള്ള ചുറ്റുപാടുകളും സാധ്യതകളും സാഹചര്യങ്ങളും അനുകൂലമാക്കി തന്ന്
നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനും ആ പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങൾക്ക് വാളും വടിവാളും കൊണ്ട് മറുപടി പറയുക എന്ന വികൃതവും വികലവുമായ നടപടിക്രമങ്ങളിൽ നിന്ന് തെന്നിമാറി പക്വതയോടെ ഖുർആനിൽ നിന്നും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പക്വതയോടെ പാകതയോടെ തലയുയർത്തി പ്രമാണബദ്ധമായി മറുപടി നൽകാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും പകർത്താനും ലോകത്തിന്റെ മുന്നിൽ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുവാനും നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. സത്യമത പ്രബോധന രംഗത്ത് നിലനിൽക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റുവാനും മുഹമ്മദ് റസൂലുള്ള ജീവിതത്തിൽ പകർത്തുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع النور المبين نور خير المرسلين نور أمن وسلام نور حق ويقين سقه الله تعالى رحمة للعالمين فعلى البر شعاع وعلى